മരണം എപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ മരണം, അതും കുഞ്ഞുങ്ങളുടെ മരണമെന്ന് പറയുന്നത് നമുക്ക് അത് എങ്ങനെ വിവരിക്കണമെന്ന് പോലും അറിയാൻ സാധിക്കാത്ത, വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് അത് എങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. കാരണം അത്രമാത്രം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈ ഒരു നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചത് ഈ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് അവരുടെ വീടുകളിലെത്താൻ വെറും 300 മീറ്റർ കൂടി പിന്നിട്ടാൽ അവരുടെ വീടുകളിലെത്തുമായിരുന്നു എന്നുള്ള വിവരമാണ്. കാരണം അത്രമാത്രം വീടിനടുത്തെത്തിയിരുന്നു അവർ. പക്ഷേ ആ വീട്ടിലേക്ക് അവർ അവസാനമായി എത്തിയത് ജീവനില്ലാതെയാണ് എന്നോർക്കുമ്പോൾ നെഞ്ച് പിടയുകയാണ്, വാക്കുകൾ കിട്ടാതായി പോവുകയാണ്. കാരണം അത്രമാത്രം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വെറും 300 മീറ്റർ മാത്രമേ അവരുടെ വീടുകളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ആ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. മദ്രസ പഠനം മുതൽ ഈ 4 പേരും ഒരുമിച്ചായിരുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ഏറെ വേദനിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് നടന്ന 4 പെൺകുഞ്ഞുങ്ങളാണ് അവസാനം അവരുടെ ജീവിതാവസാനവും ഒരുമിച്ച് ആയത് എന്നുള്ളതാണ്. സ്കൂളിൽ 8ാം തരത്തിലെ വിവിധ ഡിവിഷനുകളിലായാണ് ഇവർ പഠിച്ചിരുന്നത്. അപകടത്തിൽപ്പെട്ട കുട്ടികളിൽ ചിലരെ തിരിച്ചറിയാനാകാതെയാണ് രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അവർ എത്രമാത്രം വേദന സഹിച്ചു കാണും. ആ ഒരു അപകടത്തിൽ നിന്ന് ഓർക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. ഈ പൊന്നോമനകൾക്ക് സംഭവിച്ച ദുരന്തം അവരുടെ വീട്ടുകാരറിഞ്ഞതും വൈകിയായിരുന്നു അത്രേ. അതും വലിയ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ വാച്ച് കണ്ടാണ് ഒരു ബന്ധു തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നു. അതോടുകൂടിയാണ് ഈ നാട് മുഴുവൻ, ചെറുവള്ളി എന്ന ഗ്രാമം മുഴുവൻ സങ്കടക്കടലായത്. മുമ്പ് ദേശീയപാതയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഈ അടുത്തിടെ ഈ ദേശീയപാത വന്നു തുടങ്ങിയതോടുകൂടി, റോഡ് നന്നായതോടുകൂടി ഇനി സുരക്ഷിതമായി വീട്ടിലേക്ക് എത്താമല്ലോ, നല്ല റൂട്ടിലൂടെ കൂടി എത്താമല്ലോ എന്ന് കരുതിയായിരിക്കാം ആ കുഞ്ഞുങ്ങൾ ആ വഴി തിരഞ്ഞെടുത്തത്. പക്ഷെ അത് ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക എന്ന് അവരോ അവരുടെ വീട്ടുകാരോ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരിക്കലും അവർ ആ വഴി തിരഞ്ഞെടുക്കുകയും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു വലിയ ദുരന്തം. ഈ പരീക്ഷ കഴിഞ്ഞ് കളിച്ചിരി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഈ 4 പേരും അതിദാരുണമായി മരണപ്പെട്ടു, അപകടത്തിൽപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു അപകടമായി പോയി ഇന്നലെ സംഭവിച്ചത്. എങ്ങനെ വിട നൽകും എന്ന് പോലും അറിയാതെയായിരിക്കാം ആ 4 പേർക്കും, ആയിഷ, റിധ, ഇർഫാന, മിത തുടങ്ങിയ 4 പേർക്കും ഒന്നിച്ച് നടന്ന, ഒന്നിച്ച് പഠിച്ച, ഒന്നിച്ച് കളിച്ച, ഒന്നിച്ചെടുത്ത ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാ 4 പെൺകുട്ടികൾക്കും ആ 4 കുഞ്ഞുങ്ങൾക്കും ആ 4 പൂമ്പാറ്റകൾക്കും ആ നാട് വിട നൽകും, ആ മാതാപിതാക്കൾ എങ്ങനെ വിട നൽകും. അനുമോദ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ കുറച്ചു നാൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വേദന മറക്കും, ആ നാട് മറക്കുമായിരിക്കും. പക്ഷെ ആ വീട്ടുകാർ അവരെങ്ങനെ അത് മറക്കും? ആ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം അവരുടെ പ്രിയപ്പെട്ട, അവർ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ആ പെൺമക്കൾ, ആ മകൾ ഇല്ലാതായതൊരു കാലത്തും അവർക്ക് താങ്ങാൻ സാധിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ, പെണ്ണോ ആണോ ആരോ ആയിക്കോട്ടെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായി അതിനെ കുഞ്ഞിനെ കയ്യിലോട്ട് ഏറ്റുവാങ്ങും അച്ഛനായിരിക്കും. അപ്പോൾ ആ അച്ഛനാണ് അവസാനമായും ആ 4 പെൺകുട്ടികളുടെയും നെറ്റിയിൽ ഉമ്മ നൽകി പറഞ്ഞയക്കേണ്ട ഗതികേട് ഉണ്ടാവുന്നത്. അത് അവരെ സംബന്ധിച്ച് അതെങ്ങനെ താങ്ങും എന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമായിരിക്കും. കാരണം ഓരോ പ്രതീക്ഷയാണല്ലോ, ഓരോ മക്കളെന്ന് പറയുന്നതും ഓരോ മാതാപിതാക്കളുടെ പ്രതീക്ഷയാണ്. അവരുള്ള സമയത്ത് അവരുടെ മക്കളില്ലാതാവുക എന്ന് പറയുന്നത് ഒരു മാതാപിതാവിനും അത് സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ അവരെ കണ്ട് കൊതി തീർന്നിട്ടുണ്ടാവില്ല മാതാപിതാക്കൾക്ക്. അത്രയും ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുട്ടികളാണ്. അവർക്ക് വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാനുള്ള പ്രായം പോലും ആയിട്ടില്ല. ആ 4 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ചേതനയേറ്റ് ആ ഹാളിൽ കിടക്കുന്നത്. അവർ കാണുന്നില്ല, പക്ഷെ അവരെ എല്ലാവരും കാണുന്നുണ്ട്. അവരുടെ സഹപാഠികൾ അവരെ ഉറക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടിയതാണ് ആ സുഹൃത്തുക്കൾ. അവർക്കൊപ്പം ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച് വഴക്കിട്ട, തമാശ പറഞ്ഞ, പൊട്ടിച്ചിരിച്ച ആ സുഹൃത്തുക്കൾ അവരെയൊക്കെ പേരെടുത്ത് വിളിച്ച് പൊട്ടിക്കരയുന്നത് നമ്മൾ കേട്ടതാണ്.
ആ 4 പേരും ഒന്നിച്ചെടുത്ത ഫോട്ടോ കണ്ടപ്പോൾ ഒന്ന് കണ്ണു നിറയാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷെ അവർ മരണത്തിലും അവരൊന്നിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ പരീക്ഷയെ വിലയിരുത്തി വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞാകാം ആ പെൺകുട്ടികളൊക്കെ നടന്നു നീങ്ങിയത്. എന്നാൽ മറ്റൊരു പരീക്ഷയ്ക്കും അവർ കാത്തുനിന്നില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചത്. അവർക്കിടയിലാണ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അജ്ന ഷെറിൻ, ആ പെൺകുഞ്ഞ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആ വലിയ ദുരന്തത്തിൽ അതൊരു ആശ്വാസമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു കുഞ്ഞിനെയെങ്കിലും നമുക്ക് അപകടമൊന്നും കൂടാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടല്ലോ. ഈ 4 പെൺകുഞ്ഞുങ്ങളുടെയും കുടുംബം സാധാരണക്കാരാണ്. സാധാരണ ജോലിക്ക് പോകുന്ന മാതാപിതാക്കളുള്ള വീട്ടുകളിൽ നിന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ച കുഞ്ഞുങ്ങളെയാണ് അവസാനം ചേതനയേറ്റ ശരീരത്തോടുകൂടി ആ മാതാപിതാക്കൾ അവരുടെ വീട്ടിലേക്ക് നേരത്തെ സ്വീകരിച്ചത്. ഇപ്പോഴിതാ പ്രിയ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ കരിമ്പനക്കൽ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഈ പെൺകുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഹാളിലെത്തിയിട്ടുണ്ട്. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സ്ഥിരം അപകടം നടക്കുന്ന പനയമ്പാടത്താണ് ഈ 4 വിദ്യാർത്ഥികളുടെയും മരണത്തിനിടയാക്കിയ അപകടം നടന്നത് എന്നത് നമ്മളേറെ ഞെട്ടലോടുകൂടിയാണ് ഇന്നലെ കേട്ടത്. കാരണം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഉണ്ടാകുമായിരുന്നു. ആ നാടിപ്പോൾ നെഞ്ചുലഞ്ഞാണ് നിൽക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം വേദനയോടുകൂടിയാണ് 4 പെൺകുട്ടികൾക്കും ആ നാട് വിട നൽകുന്നത്. വളരെ സാധാരണക്കാരായ കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികളാണ് മരിച്ച 4 വിദ്യാർത്ഥിനികൾ. അപകടം നടന്നതിന് സമീപം പലചരക്ക് കട നടത്തുന്ന ഷറഫുദ്ദീന്റെ 2ാമത്തെ മകളാണ് മരിച്ച ആയിഷ. സ്കൂൾ കലോത്സവത്തിലെ തിളങ്ങും താരമായിരുന്നു ആയിഷ. സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഒപ്പന ടീമിന്റെ മണവാട്ടി കൂടിയായിരുന്നു ആയിഷ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എത്തുന്നത്. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന റഫീഖിന്റെ മൂത്ത മകളാണ് മരിച്ച റിദ ഫാത്തിമ. റിദയ്ക്ക് ഒരു സഹോദരനും സഹോദരിയുമാണുള്ളത്. ഇർഫാന ഷെറിൻ അബ്ദുൽ സലാമിന്റെ മൂത്ത മകളിൽ മൂത്തയാളായിരുന്നു. സ്വന്തം നാട്ടിൽ പൊടിമില്ല് നടത്തി വരികയാണ് അബ്ദുൽ സലാം. അപകടത്തിൽ മരിച്ച നിദ ഫാത്തിമയുടെ പിതാവ് അബ്ദുൽ സലീം പ്രവാസിയാണ്. ഇപ്പോൾ നാട്ടിലുള്ള അബ്ദുൽ സലീമിന് 2 മക്കളിൽ ഏക മകളാണ് നിദ ഫാത്തിമ. ഈ